കൈ ഇങ്ങനെ തൊട്ടിയിലല്ലേ കൈ പുറത്തേക്ക് തൊട്ടാൽ മതി. കഴിഞ്ഞ വന്നിട്ട് വരാൻ പറ്റില്ല അവർക്ക് വന്നിട്ട് അച്ഛൻ ഞങ്ങൾ വൈക്കൊക്കെ ആക്കി തരാൻ വന്നേ. വേറെ കൊമ്പ് മറ്റേതൊക്കെ ഉണ്ടാക്കി തരാം. അപ്പോൾ ഇന്ന് പെങ്ങളെ വീട്ടിലെ പൂച്ചെടികൾ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെ പൂച്ചെടിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളെ പെങ്ങളോട് നേരിട്ട് ചോദിക്കാം. ഇതാണ് നമ്മളെ പെങ്ങൾ ലൈല. ഈ പൂച്ചെടിയൊക്കെ ഉണ്ടാക്കിയ ആളാണ്. നമ്മൾ എത്ര വീട്ടിൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടും ഇത്ര വളർന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ രഹസ്യം എന്താണെന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അത് നമ്മളെ ലൈലാത്തോണ്ട് നേരിട്ട് നമുക്ക് ചോദിക്കാം. അപ്പോൾ എന്താ ഇതിനൊക്കെ വളം ഇടുന്നത്? വളം മണ്ണില് ചാണകപ്പൊടി, മണ്ണ്, കുറച്ച് മണല് മിക്സ് ആക്കിയിട്ട് ആണ് ചെടി നടുന്നത്. തോല്, മുട്ടോട്, അധികം നേന്ത്രപ്പഴത്തിന്റെ തോലൊക്കെ ഇട്ടാലും നന്നായിട്ടുണ്ടാവും പൂച്ചെടി. ഞാൻ അധികം യൂസ് ചെയ്യുന്നത് അതന്നെ. ബാക്കി എങ്ങനെ ഉണ്ടാക്കല്? ആദ്യം അതൊക്കെ മിക്സ് ആക്കിയിട്ട് ഉണക്കിയിട്ട് നേന്ത്രപ്പഴത്തിന്റെ തോല് ചെറുതാക്കി അരിഞ്ഞിട്ട് ഉണക്കിയിട്ട് ഉള്ളിന്റെ തോലും മുട്ടന്റെ ഓടും ഉണക്കിയിട്ട് പൊടിക്കും. മിക്സിയിൽ പൊടിച്ചിട്ട് അത് കുറച്ച് വെച്ചിട്ട് കൊടുക്കും. പിന്നെ മഴയൊക്കെ ആണെങ്കിൽ നേന്ത്രപ്പഴം തോല് അഴികാൻ വെക്കും, വെള്ളത്തിലിട്ടിട്ട് ചെയ്യാൻ വെച്ചിട്ട് ആ വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കും. ചെടിക്കൊക്കെ അടിച്ചു സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പൊ നല്ല പൂവുണ്ടാവും. അതന്നെ മെയിനില്ല വളം. പിന്നെ പച്ച ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കും. കുറച്ച് കടലപ്പിണ്ണാക്കും വെള്ളത്തിട്ടിട്ട് പച്ച ചാണകം കടലപ്പിണ്ണാക്ക് പച്ചാണകം വെള്ളത്തിലിട്ട് 2-3 ദിവസം ഊറാൻ വെച്ചിട്ട് 2-3 ദിവസം ഊറാൻ വെക്കണം. കുളിക്കാൻ വെക്കും. എന്നിട്ടാണ് ഒഴിച്ചു കൊടുക്കും. പിന്നെ ഒഴിക്കണം. വെള്ളം കൂട്ടി ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഒഴിക്കുന്ന അന്നത്തെ 2-3 ദിവസം കുറച്ച് സ്മെല്ല് ഉണ്ടാവും അല്ലേ? കുറച്ച് അങ്ങനെ സ്മെല്ല് വേറെ വൃത്തിയായിട്ട് സ്മെല്ല് മാതിരിയൊന്നും ഉണ്ടാവില്ല. ഇല്ല. പഴത്തിന്റെ തോലൊക്കെ പഴങ്ങള്, മുന്തിരി, ആപ്പിൾ എന്ത് വേസ്റ്റ് ആയാലും അതൊക്കെ കൊണ്ടുപോയി ഒരു ബാട്ടിലിട്ടിട്ട് വെള്ളം ഒഴിച്ച് വെച്ചാല് അത് എടുക്കുമ്പോ നല്ല സ്മെല്ല് ഉണ്ടാവുള്ളൂ. അത് ഒഴിച്ചു സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇവിടെ നിന്നാണ് പൂച്ചകൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ
പിന്നെ നഴ്സറി ഇവിടെ എന്ന് പറയാം. ഇതാണ് പൂച്ചെടി നഴ്സറി ഇവിടെയാണ്. ഇവിടുന്നാണ് ഇതെല്ലാവിധ തൈകളുണ്ട്. വെണ്ടക്ക, പച്ചക്കറി ഉണ്ട്. അതൊക്കെ വൈതലങ്ങ തൈയാണ്. അത് ചീരയാണ്. ഏതാണ്? ഇതൊരു ചീരയാണ്. ഇതൊരു ചീരയാണ്. കിയാർനെല്ലി മഞ്ഞപ്പിത്തത്തിനൊക്കെ പറ്റുന്ന നല്ല മരുന്നാണത്. കിയാർനെല്ലി. ഈ ചീര ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. ഇതൊരു ചീരയാണ്. നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാ. ചീരയാണ്. കാക്കാൻ്റെ അടുത്ത് കൊണ്ടുവന്ന. കുറഞ്ഞ സ്ഥലത്ത് പച്ചക്കറികളും പൂച്ചെടികളുമായിട്ട് കാറ്റത്തൊക്കെയാണ് ചേരുന്നത്. എല്ലാം. നല്ല പയറുണ്ടായിരുന്നു. പെങ്ങൾക്ക് ഇതൊരു ഹോബിയാണ്. ഓരോരുത്തർക്കും ഓരോ ഹോബിയാണല്ലോ. പെങ്ങളെ ഹോബി ഇതാണ്. പൂച്ചെടി നട്ടുപിടിപ്പിക്കുക, പച്ചക്കറികൾ വീട്ടിൽ അത്യാവശ്യം ഉപയോഗിക്കുന്ന എല്ലാ ഇതും പച്ചക്കറികൾ. പയർ ഇവിടെ ഉണ്ട്, ബീൻസ് ഉണ്ട്, പൂളുണ്ട്, പാൽച്ചേമ്പ്, ചെറുനാരങ്ങ, ഇതൊരു ഇലക്കോസാണ്. ഇലക്കോസ്, മുട്ടമുളക്, മുള്ളങ്കി, ഇത് വൈതളങ്ങ അല്ലേ? ഇത് വൈതളങ്ങ. ഇത് തക്കാളി. തക്കാളിയിലത് നമ്മൾ സാധാ ചേമ്പുണ്ട്. അതിൻ്റെ അടുത്ത് കോഴിച്ചീര ഉള്ളത്. കോഴിച്ചീര. ഇതെന്ത് ചീരയാണ്? അത് പരിപ്പ് ചീര ചീരയാണ്. ഇത് എള്ളോ? കടുക്. കടുക്. അത് പൂള. ബട്ടർ ഇതുണ്ട്. ബട്ടർ ഫ്രൂട്ടും ഉണ്ട്. അങ്ങനെ കുറഞ്ഞ സ്ഥലത്ത് എന്തെല്ലാം ചെയ്യാൻ പറ്റും എല്ലാം ഇവിടെ പെങ്ങൾ ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. ഇത് മുല്ലപ്പൂവിൻ്റെ വെള്ളിയാണിത്. ഇത് മൈലാഞ്ചിയാണ്. അരുത. കേരളത്തിൽ നിന്ന് ആളുകൾ വരില്ലേ അത് മേടിക്കാനായിട്ട്? മരുന്നിന് പോകുന്ന സാധനം അരുതയാണത്. എല്ലാം ഈ കുറഞ്ഞ സ്ഥലത്താണ് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു സ്ഥലം വേസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടില്ല. ഇതാ മാങ്ങയുണ്ട്. അതുപോലെ ബട്ടർ ഫ്രൂട്ട്. ഇത് മുൻവശത്താണ് ഇതുള്ളത്. ചെറുനാരങ്ങ, മുരിങ്ങലി അതിൻ്റെ ഇടയിലുണ്ട്. മുരിങ്ങക്കായുണ്ട്, മാങ്ങയുണ്ട്. അങ്ങനെ ഏകദേശം എല്ലാ സാധനങ്ങളും ഒരുവിധ സാധനങ്ങളൊക്കെ ഈ ചെറിയ നഴ്സറികളൊക്കെ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. പോകുന്ന സമയത്ത് എനിക്ക് 2 ഗിഫ്റ്റ് തന്നിട്ടുണ്ട് പെങ്ങൾ. 2-3 പൂച്ചെടികളൊക്കെ ആയിട്ട്. ഭാര്യക്കും കിട്ടിയിട്ടുണ്ട് ഗിഫ്റ്റ് പൂച്ചെടികൾ. വല്ലാതെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് മകളെ പൂവിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നത്. ബട്ടർ ഫ്രൂട്ട്. നല്ല വെയിൽ സമയത്ത് 200 വില ഉണ്ടാകുന്നതാണ്. ഇപ്പം മയത്ത് 50 റുപ്യ ഇവിടെ വില ഉള്ളത്. പക്ഷെ പ്ലെയിൻസൊക്കെ ഗൾഫൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വില ഭയങ്കരമാണ്. ഒരു മാങ്ങ കൈയോടെ പറിച്ചു തന്നിട്ടുണ്ട്. അച്ചുണങ്ങ്. ബായ്. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ.